അപ്പോൾ നമ്മുടെ ആസാമിൽ വന്നിട്ടുള്ള പഴംപൊരി ഇവിടെ നമ്മൾ റെഡി ആയിട്ടുണ്ട്. പിന്നെ കേരളത്തിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്ന പഴം ഇവിടെ കൊണ്ടുവന്ന് മുറിച്ച് മാവിനകത്തിട്ട് മുക്കി എണ്ണയിലിട്ട് പൊരിച്ചെടുത്ത നല്ല കിടിലൻ പഴംപൊരിയാണ്. ദാ ഗൈസ് നോക്കൂ. അങ്ങനെ നമ്മൾ ആസാമിൽ വന്നപ്പോൾ കുമ്പിളപ്പം തയ്യാറാക്കാനുള്ള ചക്ക ഇവിടെ അടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം കേരളത്തിൽ നിന്ന് കൊണ്ടുവന്ന ചക്കയിൽ വെച്ച് നമുക്കൊരു കുമ്പിളപ്പം ഉണ്ടാക്കി നോക്കാം. കൂടാതെ 4 മണിക്കത്തെ പലഹാരമായിട്ട് പഴംപൊരി, നല്ല കേരള പഴംപൊരിയാണ്. അതിനുള്ള മാവൊക്കെ നമ്മളിവിടെ കലക്കി വെച്ചിട്ടുണ്ട്. പഴം ഇവിടെ റെഡിയായി. ചീൻചട്ടിയിൽ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ എണ്ണയൊക്കെ നല്ലോണം ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പഴംപൊരി ഇട്ട് കൊടുക്കാം. പഴം പൊരിക്കാൻ ഇട്ട് കൊടുക്കാം. ഇന്നത്തെ പഴംപൊരിക്കും കുമ്പിളപ്പത്തിൻ്റെയും പിന്നിലെ അണിയറ പ്രവർത്തകരെ നമുക്ക് പരിചയപ്പെടാം. തിരക്കഥാ സംഭാഷണം ജിഷ, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഫിനാൻസ് ഷാജൻ, പിന്നെ രചന ഓടി, എഡിറ്റിംഗ് ആൻഡ് ക്യാമറ ജുബി, ഡയറക്ഷൻ ജെസ്സി ഷാജി. കുമ്പിളപ്പം ഉണ്ടാക്കാനുള്ള ചക്ക നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഒരു മിക്സിയിലിട്ട് നമുക്കിത് ഒരു പല പാട്ടായിട്ടാണ് അരയ്ക്കുന്നത്. ചക്കയെല്ലാം നമ്മൾ അരച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ചേർത്ത് അല്പം ഉപ്പും ഇതിലൂടെ ചേർക്കണം. കൂടാതെ നമ്മളിവിടെ മധുരത്തിന് വേണ്ടി എടുത്തിരിക്കുന്നത് ശർക്കരയാണ്. ശർക്കര ഇവിടെ പാനിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ചേർക്കുന്നത് ശർക്കര പാനിയാണ്. അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഏകദേശം ഒരു കുഴമ്പ് രൂപത്തിൽ നമുക്കിത് കുഴച്ചെടുക്കണം. എന്നാൽ തീരെ കുഴമ്പല്ല, എന്നാൽ ഒട്ട് നമ്മുടെ കുമ്പിളപ്പത്തിനാണല്ലോ, അതിൻ്റെ രീതിയിൽ മാവ് നമ്മൾ കുഴച്ചെടുക്കാം. മാവ് കുഴയ്ക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങാപ്പീരയും കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പീര ചേർത്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. നമ്മളിവിടെ എടുത്തിരിക്കുന്ന അരിപ്പൊടി ഏകദേശം ഒരു 3 കപ്പാണ്. അപ്പം നമ്മൾക്ക് 1 ഗ്ലാസ് ശർക്കര ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ 1 ഗ്ലാസ് ശർക്കരയും കൂടെ ചേർക്കുകയാണ്. ആദ്യം 1 ഗ്ലാസ് ചേർത്തു, ഇപ്പോൾ 1 ഗ്ലാസ് കൂടെ ചേർക്കുകയാണ്. മധുരം അപ്പോൾ കറക്റ്റാവും. ഫ്ലേവറിന് വേണ്ടി നമ്മൾ അല്പം ഏലക്കാപ്പൊടിയും ചേർക്കുന്നുണ്ട്. അങ്ങനെ പൊടിച്ച ഏലക്കാപ്പൊടി നമ്മൾ ചേർത്തിട്ടുണ്ട്. ഏലക്കാപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ആവശ്യമെങ്കിൽ മധുരം ഇനിയും നമുക്ക് ചേർക്കാം. ശർക്കര ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മളിവിടെ പഞ്ചസാര ഒരു ശകലം പോലും ചേർത്തിട്ടില്ല. നാച്ചുറൽ ശർക്കര എണ്ണയാണ് ചേർത്തേക്കുന്നത്. അങ്ങനെ നമ്മുടെ കുമ്പിളപ്പത്തിനുള്ള മാവ് കുഴച്ച് ഏകദേശം നല്ല പരുവായിട്ടുണ്ട്. ഇനി നമുക്ക് കുമ്പിൾ കുത്തി തുടങ്ങാം. നമ്മുടെ കുമ്പിളപ്പത്തിനുള്ള ഇല വരെ ഇവിടെ റെഡിയാണ്. കുമ്പിൾ കുത്തി അതിലേക്ക് നമുക്ക് ഈ മാവ് ഫില്ല് ചെയ്ത് കൊടുക്കാം. എങ്ങനെ കുളവാക്കാം ചെന്നിട്ട് ഹസ്ബൻഡും നമ്മുടെ കുമ്പിളും ആവി കയറ്റാൻ വേണ്ടി നമ്മൾ കുക്കറാണ് ഇവിടെ എടുത്തേക്കുന്നത്. നമ്മുടെ ഇഡലി തട്ടില്ലായിരുന്നു. അപ്പോൾ ഒരു കുക്കർ എടുത്ത് അതിലേക്ക് നമ്മൾ ഒരു 4 സ്റ്റീൽ ഗ്ലാസ് വെച്ചിട്ട് അതിൻ്റെ മേലെ ഒരു ഗ്രില്ല് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് മേലെ നമുക്ക് കുമ്പിൾ ഓരോന്ന് ഫില്ല് ചെയ്തിട്ട് ഇതിൽ വെച്ച് നമുക്ക് ആവി കയറ്റാം. ഇങ്ങനെ നമുക്ക് കുമ്പിളപ്പം കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റും. കുക്കറിൽ ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓരോ
കുമ്പിള് കുത്തിയ മാവ് നമുക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കുമ്പിളെല്ലാം കുത്തി കുക്കറിലേക്ക് നമ്മൾ വെച്ചിട്ടുണ്ട് ആവി കയറാൻ വേണ്ടി. ഇനി നമുക്ക് കുക്കറിൻ്റെ മൂടി വെച്ച് ഒന്ന് അടച്ച് വെക്കാം. ഒരു 2 വിസിൽ കേൾക്കത്തക്ക രീതിയിൽ നമുക്കിതൊന്ന് ആവിയിൽ പുഴുങ്ങിയെടുക്കാം. അങ്ങനെ നമ്മുടെ കുമ്പിളപ്പം എന്തായാലും നോക്കാം. 2 വിസിൽ കേട്ടിരുന്നു. ഓക്കെ, നമ്മുടെ കുമ്പിളപ്പം ഏകദേശം ഇത് വെന്തിട്ടുണ്ട്. നമുക്കിതും ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ കുമ്പിളപ്പം ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ച് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം. ഇത്രയും മാറ്റമൊന്നും ഇല്ല. ഒരു മിനിറ്റ് ഒരു ഫോട്ടോ എടുക്കണം.